വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗിലെയാദിലെ വിജാതീയർ തങ്ങളുടെ നാട്ടിൽ വസിച്ചിരുന്ന ഇസ്രായേലർക്കെതിരെ സംഘടിച്ചു. ഇതറിഞ്ഞ യൂദാസ് മക്കബേയോസും സഹോദരൻ ജോനാഥനും ജോർദാൻ കടന്ന മരുഭൂമിയിലൂടെ 3 ദിവസത്തെ യാത്ര പിന്നിട്ടു. നഗരം കീഴടക്കി പുരുഷന്മാരെ എല്ലാവരെയും വാളിനിരയാക്കി. വസ്തുവകകൾ കൊള്ളയടിച്ചതിന് ശേഷം അവർ നഗരം തീവച്ചു. സൈന്യത്തെ 3 ഗണമായി തിരിച്ചു. അവൻ ശത്രുനിരയുടെ പിന്നിലെത്തി. അവൻ്റെ സൈന്യഗണങ്ങൾ കാഹളം മുഴക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. മക്കബേയോസാണ് തങ്ങളെ നേരിടാൻ വരുന്നതെന്നറിഞ്ഞ് ശത്രു സൈന്യം പിന്തിരിഞ്ഞോടി. യൂദാസ് മക്കബേയോസ് അവർക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു. ഏകദേശം 8000 പേർ അന്ന് വധിക്കപ്പെട്ടു. അനന്തരം അവർ ജോർദാൻ കടന്ന് ബെത്ശാനിനെതിരെയുള്ള വിസ്തൃതമായ സമതലത്തിലെത്തി. യൂദാദേശത്തെത്തുന്നതുവരെ യാത്രയിലുടനീളം യൂദാസ് മക്കബേയോസ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിറകിലായി പോയിരുന്നവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തുകൊണ്ട് ആർക്കും ജീവഹാനി സംഭവിക്കാതെ എല്ലാവരും സുരക്ഷിതരായി മടങ്ങിയെത്തി. അതിനാൽ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി അവർ സിയോൻ മലയിലേക്ക് പോയി ദഹനബലികൾ അർപ്പിച്ചു. യൂദാസ് മക്കബേയോസും സഹോദരന്മാരെയും അനുസരിക്കാതെ ധീരകൃത്യം ചെയ്യാൻ മോഹിച്ച സേനാനായകന്മാരായ അസറിയായും ജോസഫും വിജാതീയരായ ഗോർജിയാസിനെതിരെ യുദ്ധം ചെയ്തു തോറ്റു. ഇസ്രായേൽക്കാരിൽ 2000-ഓളം പേർ അന്ന് മരിച്ചു വീണു. ഈ സമയം യൂദാസ് മക്കബേയോസും ജോനാഥനും ഗിലെയാദിലും അവരുടെ സഹോദരൻ ശിമെയോൻ ടോളമിക്കെതിരെ ഗലീലയിലും യുദ്ധത്തിലായിരുന്നു. യൂദാസ് മക്കബേയോസും സഹോദരന്മാരും സൈന്യത്തെ നയിച്ച് ഏസാവ് വംശജരോടും ഫിലിസ്ത്യരോടും യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു. അന്ത്യോക്യസ് എപ്പിഫാനസ് 4-ാമൻ ജെറുസലേമിലെ ബലിപീഠത്തിൽ സ്ഥാപിച്ച മ്ലേച്ഛ വിഗ്രഹം യൂദാസ് മക്കബേയോസ് തച്ചുടച്ചെന്നും അവർ വിശുദ്ധ മന്ദിരത്തിനു ചുറ്റും ഉയരമുള്ള മതിലുകൾ പണിയുകയും അവൻ്റെ നഗരമായ ബെത്സൂറിനെ കോട്ടകെട്ടി സുശക്തമാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി രാജാവ് ദുഃഖിച്ച് രോഗാതുരനായി കിടപ്പിലായി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.